സ്വാമി ശരണം. രാജീവ് ഗുരുകൃപയാണ്. നമ്മളിപ്പോൾ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെ വൈദികമായ ഒരു ദർശനമാണ് നമ്മൾ കാണുന്നത്. കാരണം ധാരാളം തെറ്റിദ്ധാരണകൾ. 41 ദിവസമല്ല മണ്ഡലം, 48ആണ്. മണികണ്ഠനുണ്ട്, പിന്നെ അയ്യപ്പനുണ്ട്. ഒത്തിരി കഥകൾ മെനയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മണ്ഡലം ഏതായാലും 41ആണ്. അതിനുശേഷം 48, 49, 50 ഒക്കെ വെച്ചോളൂ. വ്രതം എപ്പോഴും ശരീരത്തെ ശുദ്ധീകരിക്കും. എന്താണ് 41ൻ്റെ പ്രത്യേകത? 365 ദിവസങ്ങളുള്ള സൗരവർഷത്തെക്കുറിച്ച് ഏവർക്കും അറിയാം. എന്നാൽ നക്ഷത്ര സംവത്സരം എന്നൊരു സംവത്സരം കൂടി നമുക്കുണ്ട്. നക്ഷത്രങ്ങളുടെ എണ്ണം 27ആണ്. ഈ 27 ആയതിനാൽ ഈ സംവത്സരത്തിലെ ഒരു മാസത്തിൽ 27 ദിവസങ്ങളായിരിക്കും. എന്ന് ഞാൻ പറയുന്നതല്ല, നിദാന സൂത്രത്തിൽ പറയുന്നുണ്ട്. 27നെ 12 മാസം കൊണ്ട് ഗുണിച്ചാൽ 324 കിട്ടും. സൗരവർഷം സൂര്യൻ്റെ പന്ഥാവുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെങ്കിൽ നക്ഷത്ര സംവത്സരം ചന്ദ്രൻ്റെ പന്ഥാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നക്ഷത്രമേതെന്ന് നിർണയിക്കുന്നത് പോലും ക്രാന്തിവൃത്തത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനമനുസരിച്ചാണല്ലോ. ഒരു സാധകൻ മുന്നോട്ട് പോകുന്നതിന് അനുസരിച്ച് സൗരവർഷത്തിൻ്റെയും നക്ഷത്ര സംവത്സരത്തിൻ്റെയും ഇടയിൽ വരുന്ന 41 ദിവസത്തെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നൊരു ചോദ്യം ഉയർന്നു വരും. ഈ 41 ദിവസം സൗര നക്ഷത്ര സംവത്സരങ്ങളുടെ ഇടയിലുള്ള സമയമായതുകൊണ്ട് ഒരു വൃത്തം ഉപയോഗിച്ചതിനെ പരീക്ഷിക്കാം. 365 മൈനസ് 324 ഒരു 41. അതാണ് ഈ 41 ദിവസം. വൃത്തം എന്ന് പറയുന്നത് ഒരു മണ്ഡലമാണ്. ഇതാണ് മണ്ഡലവ്രതമായ 41 ദിവസം. ഋഗ്വേദത്തിലെ ഒരു മന്ത്രം ഇങ്ങനെയാണ്: സ്വസ്തി പന്ഥാമനു ചരേമ സൂര്യ ചന്ദ്രമാസാവിവ പുനർദദാഘ്നതാ ജാനതാ സം ഗമേമഹി. ഋഗ്വേദം 5:51-15. അർത്ഥം: സൂര്യചന്ദ്രന്മാരെ പോലെ ഞാനും ധർമ്മ വഴിയിൽ സഞ്ചരിക്കട്ടെ. ആ സൂര്യചന്ദ്രന്മാരെ പോലെ ഇളകാതെ വ്രതത്തെ പാലിക്കുന്നവരുമായി സഖ്യമുണ്ടാകട്ടെ. അപ്പോൾ 5, 6 ഒക്കെ ദിവസം വ്രതം വെച്ച് പോകാമോ ശബരിമലയിൽ? സൂര്യൻ്റെ വ്രതസംഖ്യയായ 365 നിന്നും ചന്ദ്രൻ്റെ വ്രതസംഖ്യയായ 324 കുറച്ചാൽ അവശേഷിക്കുന്ന 41 ദിവസങ്ങൾ ഓരോ അയ്യപ്പനും തങ്ങളുടെ വ്രതം പൂർത്തിയാക്കുവാനുള്ള കാലമായി കൊണ്ടാടുന്നു. ഋഗ്വേദമന്ത്രപ്രകാരം ഓരോ അയ്യപ്പനും സൂര്യചന്ദ്രന്മാരെ പോലെ ധർമ്മ വഴിയിൽ സഞ്ചരിക്കണം. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആയുർവേദ ആചാര്യന്മാരുടെ കണക്കനുസരിച്ചാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ആ ഭക്ഷണം ജീവിതചര്യയാകണം. അന്നമയകോശം
അന്നമയത്തിൽ നിന്നും പ്രാണനുണ്ടാകുന്നു, പ്രാണമയക്കോശം. പ്രാണനിൽ ഒരു മനസ്സുണ്ടാകുന്നു, മനോമയക്കോശം. മനസ്സിൽ ഒരു വിജ്ഞാനമുണ്ടാകുന്നു, വിജ്ഞാനമയക്കോശം. ആ വിജ്ഞാനത്തിലൂടെ ആനന്ദമായ ഒരവസ്ഥയിലേക്ക് എത്തുന്നു, ആനന്ദമയക്കോശം. പഞ്ചകോശങ്ങൾ. അപ്പം ശബരിമലയിലെ 41 ദിവസത്തെ വ്രതകാലഘട്ടം എന്ന് പറയുന്നത് വൈദികവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി യജ്ഞവും ശബരിമല യാത്രയും തമ്മിലുള്ള ബന്ധം എന്താണ്? വ്രതങ്ങൾ കൊണ്ട് ശുദ്ധിയുണ്ടാകുമെന്ന് അഥർവവേദത്തിൽ പറയുന്നു. ശുദ്ധ പവിത്രനായിട്ട് യജ്ഞം ചെയ്യണമെന്ന്. മണ്ഡലവ്രതം എടുത്തതിന് ശേഷമുള്ള അയ്യപ്പ ദർശനം യജ്ഞമായി കണക്കാക്കാം. ആ യജ്ഞത്തിന് യോഗ്യത നേടുകയാണ് വ്രതങ്ങൾ കൊണ്ട് എന്ന് ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നു. പുരുഷൻ തീർച്ചയായും യജ്ഞമാകുന്നു. ജീവിതം യജ്ഞമാക്കുന്നതിനുള്ള സങ്കേതമാണ് ശരീരമെന്നും അത് യജ്ഞത്തിനുള്ളതാണെന്നും യജുർവേദത്തിലും പറയുന്നു. ഈശ്വരോന്മുഖമായി ശരീരത്തെ മാറ്റാൻ നാം പ്രതിദിനം സ്വാധ്യായവും വ്രതങ്ങളും ഹോമങ്ങളും ചെയ്യണമെന്ന് മനു ആചാര്യനും അഭിപ്രായപ്പെടുന്നു. ഒരു അയ്യപ്പസ്വാമി ചെയ്യുന്നതും ഇതുതന്നെ. ശരണം വിളിയും ഭജനയും സ്വാധ്യായമാണ്. ചുമ്മാതെ ശരണം വിളിച്ചാൽ പോരാ, അത് സ്വാധ്യായമാകത്തില്ല. ശരണം വിളിക്കുന്ന ആ ശരണമന്ത്രങ്ങളിലൂടെ മനനാത്രായതേ ഇതി മന്ത്രം, അതിലൂടെ സഞ്ചരിക്കണം. ഭജന ചെയ്യുമ്പോൾ ആ ഭജനയിലെ ഓരോ പാട്ടിൻ്റെ വരികളിലൂടെയും നാം സഞ്ചരിക്കണം. മനസ്സിനുള്ളിൽ ദൈവമേരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. മനസ്സിനുള്ളിൽ മഹിമകൾ വന്നാൽ മാഹേശ്വരൻ വരും എന്ന്. മഹിമ വരണം. മഹത്വമാർന്ന സംസ്കാരം മനസ്സിനുള്ളിൽ കടമ്പോൾ മനുർഭവതലത്തിലേക്ക് മാനവൻ ഉയരും, ദിവ്യത്വമുള്ള മനുഷ്യനായി വരണമെന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. ഈ വരികൾ എഴുതിയത് ശ്രീ ഭദ്രൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഏറെ ബന്ധം എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശരീരം ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ ചടങ്ങുകൾക്ക് മുന്നിൽ നിൽക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂടെ ജോലിയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പണി ചെയ്ത അതേ ഓർഗനൈസേഷനിലാണ് ഞാനും പണി ചെയ്തത്. അദ്ദേഹം ശബരിമല പോയിട്ടില്ല, പോകാതെ എഴുതിയതാണ് മനസ്സിനുള്ളിൽ ദൈവമേരുന്നാൽ മനുഷ്യനും ദൈവവുമൊന്ന് എന്ന്. അപ്പോൾ മനുർഭവതലത്തിലേക്ക് മാനവൻ ഉയരണം. ഓരോ അയ്യപ്പസ്വാമി ചെയ്യുന്നതും ഈ ശരണം വിളിയും ഭജനയും ഒക്കെയാണ്. ബ്രഹ്മചര്യവും ദീക്ഷയും സസ്യാഹാരവും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന കുളിയും മറ്റും വ്രതങ്ങളാണ്. കർപ്പൂര ആരാധനയാകട്ടെ ഹോമവും. വ്രതമനുഷ്ഠിക്കൂ എന്ന് യജുർവേദത്തിലെ ആഹ്വാനം നമുക്കൊരിക്കലും മറക്കാനാകില്ല. അപ്പോൾ ആ വൈദികമായ കാഴ്ചപ്പാട് നാം മനസ്സിലാക്കുമ്പോൾ അയ്യപ്പനെ വെച്ചുകൊണ്ടല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അയ്യപ്പൻ ധർമ്മശാസ്താവിനെ ഉപാസിച്ച ഒരു ചരിത്ര പുരുഷനാണ്. ഉപാസനയിലൂടെ അതായി മാറി. അപ്പോൾ അയ്യപ്പൻ്റെ ചരിത്രം ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ സ്മൃതി ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കരുത്. അത് മണികണ്ഠനാണ്, അത് മറ്റേതാണ്, മറിച്ചേതാണ്. അത് ഇവിടെ ധർമ്മശാസ്താവാണ് പ്രമാണം. ചിന്മുദ്രയിലിരിക്കുന്നത് ധർമ്മശാസ്താവാണ്. ഇതിന് സമാനമായ വിഗ്രഹങ്ങൾ പല സ്ഥലങ്ങളിൽ നേപ്പാളിലൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയാതെ ആ ധർമ്മശാസ്താവിനെ
അയ്യപ്പൻ്റെ ചരിത്രത്തിലേക്ക് കെട്ടുവാൻ ശ്രമിക്കരുത്. അടുത്ത ഭാഗത്ത് നമുക്ക് അടുത്തത് കാണാം. നമസ്തേ, സ്വാമി ശരണം. രാജീവ് ഗുരുകൃപയാണ്.